ഗാസ കീഴടക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കാൻ തയ്യാറാകാതെ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിലാണ് ശ്രദ്ധയെന്നും മറ്റു കാര്യങ്ങളെക്കുറിച്ച് തനിക്കൊന്നും പറയാനാവില്ലെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇസ്രായേലും അറബ് രാജ്യങ്ങളും ഗാസയിൽ ഭക്ഷണവും അവശ്യ സാമഗ്രികളും സാമ്പത്തിക സഹായവും എത്തിക്കും, ട്രംപ് പറഞ്ഞു. ഗാസ യു.എസ്. ഏറ്റെടുക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഗാസ കീഴടക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പദ്ധതിയിടുന്നതായി ചൊവ്വാഴ്ച ചേർന്ന ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ബെന്യാമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് മന്ത്രി റോൺ ഡെർമർ, സേനാ മേധാവി ലെഫ് ജനറൽ ഇയാൽ സമീർ എന്നിവർ 3 മണിക്കൂർ ചർച്ച നടത്തിയെന്നും വ്യാഴാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 6-ന് കാബിനറ്റ് ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വെടിനിർത്തൽ നടപ്പാക്കാൻ രാജ്യാന്തര തലത്തിൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ നീക്കം. തൊഴിൽ കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് യമനിൽ കുടുങ്ങിയ മലയാളി കുടുംബത്തിന് ഉടൻ നാട്ടിലേക്ക് മടങ്ങാം. തെക്കൻ യമനിലെ ഏദനിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഇടുക്കി സ്വദേശിനി അഞ്ജനയും ഭർത്താവും കുഞ്ഞുമാണ് നാട്ടിലേക്ക് മടങ്ങാനാകാതെ പ്രതിസന്ധിയിലായത്. യമനിൽ ഇന്ത്യൻ എംബസി ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ജനിച്ച മകന് പാസ്പോർട്ട് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലിൽ റിയാദ് ഇന്ത്യൻ എംബസിയാണ് എമർജൻസി പാസ് അനുവദിച്ചത്. കോൺസുലർ സേവനങ്ങൾക്കായി സനായിൽ തുറന്ന താൽക്കാലിക കേന്ദ്രവും പിന്നീട് അടച്ചു. അസം സിൽസാറിൽ ഗൈനക്കോളജിസ്റ്റായി 10 വർഷത്തിലേറെ ജോലി ചെയ്ത് വ്യാജ ഡോക്ടർ പിടിയിൽ. സുഭൂമി സ്വദേശിയായ പുലോഗ് മരാക്കർ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മതിയായ മെഡിക്കൽ യോഗ്യതകളൊന്നുമില്ലാത്ത ഇയാൾ ഇക്കാലത്തിനിടയ്ക്ക് നടത്തിയത് 50-ലധികം സിസേറിയനുകളും ഗൈനക്കോളജിക്കൽ ശസ്ത്രക്രിയകളുമാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സിൽച്ചാറിലെ 2 സ്വകാര്യ ആശുപത്രികളിൽ ഗൈനക്കോളജിസ്റ്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു പുലോഗ്. ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന ഡോക്ടറുമായിരുന്നു ഇയാൾ. പുലോഗ് വ്യാജനാണെന്ന രഹസ്യവിവരത്തെ തുടർന്നുള്ള അന്വേഷണമാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. ഇയാൾ സിൽച്ചാറിലെ ശിബ് സുന്ദരി നാരി ശിക്ഷ സേവ ആശ്രമ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ സിസേറിയൻ നടത്തുന്നതിനിടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അന്വേഷണത്തിൽ പുലോഗിന്റെ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പുലോഗ് മലാക്കാറിനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പൊതുജന ജീവിതത്തിന് തടസ്സപ്പെടുത്തി റീൽ ചിത്രീകരിച്ച സംഭവത്തിൽ കേസ്. സെക്ടർ 108-ന് സമീപമുള്ള റോഡിൽ 22 ആഡംബര കാറുകളുമായി എത്തിയാണ് ഒരു സംഘം റീൽ ചിത്രീകരിച്ചത്. വലിയ ശബ്ദത്തിൽ ഹോൺ മുഴക്കുകയും 7 മിനിറ്റിലധികം സമയം ഗതാഗതം സ്തംഭിപ്പിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. 4 കോടിയോളം വില വരുന്ന ആഡംബര കാറുകൾ നിരത്തി നിർത്തിയായിരുന്നു സംഘത്തിന്റെ വീഡിയോ ചിത്രീകരണം. സംഭവത്തിൽ പ്രദേശവാസികൾ ശക്തമായി പ്രതിഷേധിച്ചു. പിന്നാലെ ഇവർ വാഹനങ്ങൾ എടുത്തുമാറ്റി ഗതാഗത തടസ്സം നീക്കി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് കേസെടുക്കുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. വീഡിയോ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച 22 വാഹനങ്ങളും പിടിച്ചെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. പൊതുജന ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന ഇത്തരം പ്രവൃത്തികൾ തമാശയായി കണക്കാക്കാനാവില്ലെന്നും അതൊരു കുറ്റകൃത്യമാണെന്ന് തിരിച്ചറിയുന്ന തരത്തിൽ മാതൃകാപരമായ നടപടിയെടുക്കുമെന്നും പോലീസ് പറഞ്ഞു. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് പബ്ലിക് അതോറിറ്റിയാണെന്നും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നുമുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ ശരിവെച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ സിയാലിന്റെ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് മർഷൂസ്ട്രിത്, അരവിന്ദ് ധർമാധികാരി, VM ശ്യാംകുമാർ എന്നിവരുടെ ഉത്തരവ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നതടക്കം വിവരാവകാശ നിയമപ്രകാരമുള്ള നടപടി പ്രക്രിയകൾ 15 ദിവസത്തിനകം പൂർത്തിയാക്കണമെന്നും സമയപരിധി നീട്ടാനുള്ള ഒരു അപേക്ഷയും പരിഗണിക്കില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഡയറക്ടർ ബോർഡിന്റെ അനുമതിയില്ലാതെ ഹർജി നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടി സിയാലിന് 1 ലക്ഷം രൂപ പിഴയും കോടതി ചുമത്തി. ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ 2019 ജൂൺ 20-ന് പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിയാൽ നൽകിയ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതാണെന്ന് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സൊസൈറ്റി KIAS-ഉം പിന്നീട് സിയാലുമാകുന്നതിന് മുൻപ് തന്നെ കേരള സർക്കാരും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും കേന്ദ്ര സർക്കാരും കാര്യമായ ധനസഹായം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് തന്നെ സിയാൽ പബ്ലിക് അതോറിറ്റിയാണെന്നും അതിനാലാണ് RTI നിയമവ്യവസ്ഥകൾക്ക് വിധേയമാകുന്നതെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. സിയാൽ ഡയറക്ടർ ബോർഡിൽ 11 പേരിൽ 6 പേരും എക്സ് ഒഡീഷ്യോ ഗവൺമെന്റ് അംഗങ്ങളാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ സിയാലിന്റെ നടത്തിപ്പിൽ സർക്കാരിന് കൃത്യമായ പങ്കുണ്ടെന്നും കോടതി പറഞ്ഞു. കേരള സർക്കാർ സിയാലിലെ നിക്ഷേപകരല്ലെന്നീ ഓഹരിടകകൾ എന്ന നിലയിൽ ലാഭവിഹിതം സ്വീകരിക്കുന്നവർ മാത്രമാണെന്ന വാദവും കോടതി തള്ളി. വിവിധ സമയങ്ങളിൽ സിയാൽ ധനസഹായം സ്വീകരിച്ചിട്ടുള്ളതിന്റെ കാര്യങ്ങളും കോടതി ചൂണ്ടിക്കാട്ടി. കേരള സർക്കാരിനും അതിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്കുമായി 32.42% ഓഹരിയുണ്ടെന്ന് 2018-ൽ സിയാൽ സമ്മതിച്ചിരുന്നു. ഇന്ന് അതിന്റെ ഓഹരി മൂല്യം 125 കോടി രൂപ വരും. KIS-ൽ നിന്ന് സിയാലിലേക്ക് വസ്തുവകകളെല്ലാം മാറ്റം ചെയ്തതിന് പിന്നിൽ പ്രവർത്തിച്ചത് സർക്കാരും അതിന്റെ അനുബന്ധ ഘടകങ്ങളുമാണ്. 1990-കളിൽ സിയാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയും ധനകാര്യ സ്ഥാപനങ്ങൾ പിന്തുണയ്ക്കാൻ മടിച്ചുകയും ചെയ്തപ്പോൾ കേരള സർക്കാരാണ് ഗ്യാരണ്ടി നിന്നതും 2095-ൽ ഹഡ്കോയുടെ 140 കോടി രൂപ വായ്പ ഉൾപ്പെടെ ലഭിച്ചതും വിമാനത്താവളത്തിനായുള്ള സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തത് കേരള സർക്കാരാണെന്നും അന്നത്തെ മുഖ്യമന്ത്രിയും എറണാകുളം കലക്ടറും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമാണ് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തതെന്നും കോടതി
ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സിയാൽ പബ്ലിക് അതോറിറ്റി അല്ലെന്ന വാദത്തെ കോടതി തള്ളിയതും RTI നിയമത്തിന് കീഴിൽ വരുമെന്നും വ്യക്തമാക്കിയതും. സിയാൽ റിട്ട് ഹർജിയും റിട്ട് അപ്പീലും നൽകിയത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അനുമതിയില്ലാതെയാണെന്ന് ചൂണ്ടിക്കാണ്ടിയാണ് കോടതി 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കാൻ ഉത്തരവിട്ടത്. സിയാലിന്റെ ഓഹരി ഉടമകളിൽ നിന്നും പ്രധാനപ്പെട്ട വിവരങ്ങൾ മറച്ചുവെക്കുന്നതിനാണിത്. കേസ് ഫയൽ ചെയ്യുന്നതിന് മുൻപ് ചെയർമാനായ മുഖ്യമന്ത്രിയോട് പോലും ആലോചിച്ചിട്ടില്ല. ഇത്തരം രീതികൾ അഭികാമ്യമല്ലെന്ന് വ്യക്തമാക്കിയ കോടതി ബോർഡ് അംഗം കൂടിയായ ചീഫ് സെക്രട്ടറി ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചു. എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ചീഫ് സെക്രട്ടറി 15 ദിവസത്തിനകം കോടതിയെ അറിയിക്കുകയും വേണം. ഗാസയിൽ ഇസ്രായേൽ വെടിവയ്പ്പുകളിൽ 79 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇതിൽ 52 പേർ ഭക്ഷണ കേന്ദ്രങ്ങളിലെ വെടിവയ്പ്പുകളിലാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 60,212 ഉയർന്നു. 24 മണിക്കൂറിനിടെ ഒരു കുട്ടിയടക്കം 8 പേർ കൂടി പട്ടിണി മൂലം മരണപ്പെട്ടു. അതേസമയം ഗാസയിലേക്ക് ഭക്ഷണ വസ്തുക്കളുടെ വിതരണ ചുമതല പ്രാദേശിക കച്ചവടനികളെ ഏൽപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു. കുഞ്ഞുങ്ങളുടെ ഭക്ഷണം, പഴം, പച്ചക്കറി തുടങ്ങിയവയുടെ വിതരണമാണ് കൈമാറുക. UN ഏജൻസികളെ ഒഴിവാക്കാനാണ് ഈ നീക്കം. ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മുൻ സേനാ ഇന്റലിജൻസ് മേധാവികൾ രംഗത്തെത്തി. തീവ്രവലപക്ഷ കക്ഷികൾ രാജ്യത്തെ ബന്ധനക്കരായി മാറ്റിവെക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. യുദ്ധം നിർത്താൻ ഇടപെടാൻ ഇസ്രായേലിന്റെ 300-ലധികം മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതിയിരുന്നു. ഇടവണ്ണ 2 ഓട്ടോറിക്ഷകളും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഇടവണ്ണ കല്ലറ്റുമ്പിലെ എഗരത്ത് ഹക്കീമിന്റെ മകൻ ഷുഹൈബ് എന്ന സദ്ദാം 35-മാണ് മരിച്ചത്. കാരക്കുന്ന് ആമ്യൂർ റോഡിൽ ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഷുഹൈബ് മഞ്ചേരി ഭാഗത്ത് നിന്ന് ഇടവണ്ണയിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാർ മഞ്ചേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റവന്യൂ വകുപ്പിൽ ഒറ്റത്തവണ നികുതിനുള്ള അപേക്ഷകൾ തടസ്സപ്പെട്ടതിനെ തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിട നമ്പർ നൽകുന്നത് തടസ്സപ്പെട്ടു. ആഴ്ചകളായി റവന്യൂ വകുപ്പിന്റെ പോർട്ടലിൽ ഈ അപേക്ഷ സ്വീകരിക്കുന്നില്ല. സാങ്കേതിക തകരാറാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആസൂത്രിതമായി തടസ്സപ്പെടുത്തുന്നതാണെന്നും ആരോപണമുണ്ട്. റവന്യൂ വകുപ്പിന്റെ സാക്ഷ്യപത്രം ഹാജരാക്കാതെ വന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങൾ പുതിയ കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുന്നില്ല. പുതിയ കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം കൂട്ടിച്ചേർക്കലുകൾ നടത്തുമ്പോഴും നമ്പർ ലഭിക്കാനുള്ള അപേക്ഷയോടൊപ്പം ഒറ്റത്തവണ നികുതിന്റെ സാക്ഷ്യപത്രം നൽകണം. ഇത് ലഭിക്കാതെ അപേക്ഷ തദ്ദേശ സ്ഥാപനങ്ങൾ പരിഗണിക്കില്ല. ഓൺലൈനായി കെട്ടിട നമ്പർ അപേക്ഷ സമർപ്പിച്ചാലും ഉദ്യോഗസ്ഥർ പാസ്സാക്കുകയില്ല. ഓഗസ്റ്റ് പകുതിയോടെ ചിങ്ങമാസം ആരംഭിക്കുകയാണ്. ചിങ്ങത്തിൽ പാലുകാച്ചൽ നടത്താനായി നിരവധി പേരാണ് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 250ഓളം കെട്ടിട നമ്പർ അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണെന്ന് ഓൾ കേരള ബിൽഡിംഗ് ഡിസൈനേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് കവടിയാർ ഹരികുമാർ പറയുന്നു. കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ നമ്പർ ലഭിക്കാൻ ഒറ്റത്തവണ നികുതിക്ക് അപേക്ഷ നൽകണമെന്ന് പറഞ്ഞിട്ടില്ല. ഗണത ഉത്തരവ് പ്രകാരമാണ് ഈ നിബന്ധന കൂടി വന്നത്. ഓൺലൈൻ പ്രശ്നമുണ്ടെങ്കിൽ നേരിട്ട് വില്ലേജ് ഓഫീസുകളിലെത്തി പണം അടയ്ക്കാമെന്നാണ് റവന്യൂ അധികൃതർ പറയുന്നത്. ഭൂരിഭാഗം വില്ലേജ് ഓഫീസുകളിലും ഈ അപേക്ഷ സ്വീകരിക്കുന്നില്ലെന്നാണ് കെട്ടിട ഉടമകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ചിത്രമാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഫ്രണ്ട് ബെഞ്ചോ ബാക്ക് ബെഞ്ചോ ഇല്ലാതെ എല്ലാവരും മുൻനിരയിൽ എന്ന സങ്കല്പം അഥവാ അർദ്ധവൃത്താകൃതിയിൽ വിദ്യാർത്ഥികളെ ഇരുത്തി പഠിപ്പിക്കുന്ന പുതിയ രീതിയും ഈ ചിത്രത്തിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. തമിഴ്നാട്ടിലെ ഒരു സ്കൂളിൽ എഴുതി പിന്തുടർന്നതും ഏറെ ചർച്ചയായിരുന്നു. ഇപ്പോൾ സ്കൂൾ ക്ലാസ് റൂമുകളിൽ നിന്ന് പിൻബെഞ്ചുകാരന്മാർ സങ്കല്പം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഒരു കുട്ടിയും പഠനത്തിലോ ജീവിതത്തിലോ പിന്നോട്ട് പോകാൻ പാടില്ല. എല്ലാ കുട്ടികൾക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കുറിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂൾ ക്ലാസ് റൂമുകളിൽ നിന്ന് പിൻബെഞ്ചുകാരെന്ന സങ്കല്പം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സങ്കല്പം ഒരു വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു കുട്ടിയും പഠനത്തിലോ ജീവിതത്തിലോ പിന്നോട്ട് പോകാൻ പാടില്ല. എല്ലാ കുട്ടികൾക്കും തുല്യാവസരങ്ങൾ ഉറപ്പാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. പിൻബെഞ്ചുകാരെന്ന ആശയം ഇല്ലാതാക്കാൻ പല രാജ്യങ്ങളും പല മാതൃകകളും പിന്തുടരുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ ഏറ്റവും മെച്ചം മാതൃക കണ്ടെത്താൻ വിദഗ്ധരെ ഒരു സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചു. ഈ സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കുട്ടികളുടെ മികച്ച ഭാവിക്ക് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ചോദിക്കുന്നു. അടുത്തിടെ കേരളത്തിലെ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഒരു പൊതു ചർച്ചയ്ക്ക് തുടക്കമിടുകയാണെന്ന് മന്ത്രി അറിയിച്ചു. ഇത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇങ്ങനെയാണ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം.